നമുക്കിപ്പോൾ ഒരു പെണ്ണിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം. ഈ സോഷ്യൽ മീഡിയ പ്രണയത്തെ അല്ലെങ്കിൽ പ്രേമത്തെ എങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഉള്ള നേരത്തെ ഉണ്ടായിരുന്ന പ്രണയവും ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള പ്രണയവും തമ്മിൽ, അല്ലെങ്കിൽ പ്രണയത്തെ സോഷ്യൽ മീഡിയ സ്വാധീനിച്ചിട്ടുണ്ടോ? പ്രണയവും സോഷ്യൽ മീഡിയയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത് എങ്ങനെ പറയണമെന്നറിയില്ല. പക്ഷേ പ്രണയത്തിലേക്ക് എത്തിപ്പെടാൻ സോഷ്യൽ മീഡിയ ഒരു ഉപാധിയാക്കി പലരും എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പത്തിനൊപ്പം ചൂഷണം ചെയ്യപ്പെടാനും അതിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പ്രണയങ്ങൾ വളരെ വിജയിച്ച പ്രണയങ്ങളും പിന്നെ ലൈഫ് ലോങ് ഒരുമിച്ച് ജീവിച്ച പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊരു ശതമാനം. അറ്റ് ദ സെയിം ടൈം പരാജയപ്പെട്ടതും അതിനെക്കാട്ടി ഉണ്ടായിട്ട്. ഇതിപ്പോൾ ആർക്കും ആരെ ആക്സസ് ചെയ്യാമല്ലോ. നമുക്കിപ്പോൾ ഒരു പെണ്ണിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം. ആർക്കും അയക്കാം, ആർക്ക് തിരിച്ചു അയക്കാം. അതൊരു ഭയങ്കര ഫ്രീഡമാണ്. നമ്മളൊരു വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ആ സ്വാതന്ത്ര്യത്തിനെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം, ദുരുപയോഗം ചെയ്യുകയും ചെയ്യാം.